ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന ഈ ഒരു ചാപ്റ്ററിലെ നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ. ഏകദേശം 10 മാർക്കോടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കയറി വരാറുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാക്സിമം സ്കോറുകൾ എയിം ചെയ്യണം, ഏതെല്ലാം ഏരിയകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ആ ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യാം, ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ എക്സാം വ്യൂവിൽ നമ്മൾ പഠിക്കേണ്ട ഏരിയകളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയകളെയാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ഏതാണ്? പബ്ലിക് സെക്ടർ എന്ന ഒരു ഏരിയയാണ്. അതിലെ ടൈപ്സുകളുള്ള ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിങ്സ് എന്താ, പിന്നെ എന്തൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആൻഡ് ഗവൺമെന്റ് കമ്പനീസ്. ഈ ഒരു 3 കാറ്റഗറിയിലെ ഫീച്ചേഴ്സ്, ഡിമെറിറ്റ്സ് ആൻഡ് മെറിറ്റ്സ് പഠിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും മാറി മാറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ 3 ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കണം. പിന്നെ MNCയിലെ മൾട്ടിനാഷണൽ കമ്പനീസ്, പിന്നെ ജോയിന്റ് വെഞ്ചേഴ്സ്, പിന്നെ PPA എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കോൺസെപ്റ്റൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ പറഞ്ഞ പബ്ലിക് സെക്ടറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിങ്സ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആൻഡ് ഗവൺമെന്റ് കമ്പനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിങ്സ് തന്നെയാണ്. മറ്റൊന്ന് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ നമുക്ക് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് നോക്കാം അല്ലേ. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് അല്ലേ, എന്റർപ്രൈസ് ആണ് അല്ലേ. നമ്മുടെ എന്താ പറയുക, റെയിൽവേ സ്റ്റേഷൻ അല്ലേ, റെയിൽവേ സ്റ്റേഷൻ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ഏരിയ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദസ് എന്റർപ്രൈസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ആസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിനിസ്ട്രി ആൻഡ് ആർ കൺസിഡേർഡ് ആസ് ദ പാർട്ട് ഓഫ് മിനിസ്ട്രി ഇറ്റ്സെൽഫ് അല്ലേ. ഒരു മിനിസ്ട്രി ഉണ്ടാവും, ആ മിനിസ്ട്രി അണ്ടറിലായിരിക്കും ഒരു ഡിപ്പാർട്ട്മെന്റ് വരിക അല്ലേ. പിന്നെന്താ, ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് ആൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, റെയിൽവേ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സ് എല്ലാം ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അല്ലേ. അതായത് ഒരു മിനിസ്ട്രി ഉണ്ടാവും, ആ മിനിസ്ട്രി ആയിരിക്കും ഹെഡ്, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മിനിസ്റ്റർ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലായിരിക്കും ആ ഒരു എന്ത് ചെയ്യുന്നത്, ആ ഒരു എന്റർപ്രൈസ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അല്ലേ. ഉദാഹരണത്തിന് നമ്മൾ റെയിൽവേ പറയാം, റെയിൽവേന്റെ മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലായിരിക്കും എല്ലാം വരുന്നത് അല്ലേ. എല്ലാ സ്റ്റേഷനുണ്ട്, ആ സ്റ്റേഷനൊക്കെ അവരുടേതായ പ്രൊസീജിയർ റൂൾസ് ആണ് ഉള്ളത്. അല്ല, അവർക്കൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, ആ ഡിപ്പാർട്ട്മെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫ്യൂച്ചേഴ്സ് കൂടെ നമുക്ക് നോക്കാം. എന്താ, ഗവൺമെന്റിന്റെ ഇതിന്റെ എല്ലാം ഗവൺമെന്റ് അലോ ചെയ്യുന്ന പൈസ, അതായത് ഫണ്ട്, ഈ ഫണ്ടുകളൊക്കെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എത്തുന്നത് ട്രഷറി വഴിയാണ് അല്ലേ. ഇതിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ട്രഷറി വഴിയാണ്. പിന്നെ എന്താ, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് വളരെ കൃത്യതയോടുകൂടി നടക്കില്ല. ഒരു പബ്ലിക് ഫിനാൻസ് എന്റർപ്രൈസ് ആയതുകൊണ്ട് അതിന്റെ ഓഡിറ്റിംഗ് ആൻഡ് ഫിനാൻസ് അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ എല്ലാം വളരെ കൃത്യതയോടുകൂടി റെഗുലർ ആയിട്ട് നടന്നു പോകും. പിന്നെന്താ, എംപ്ലോയീസ് എല്ലാം എന്താണ്, ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് അല്ലേ. നമുക്കറിയാം റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ റെയിൽവേയിൽ എന്താ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്താ, ഗവൺമെന്റ് സ്റ്റാഫ്സ് ആണ്. TTR അല്ലേ, ടിക്കറ്റ്സ് കളക്ട് ചെയ്യുന്ന എല്ലാവരും എന്താണ്, ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് അല്ലേ. പിന്നെന്താ, ഡയറക്റ്റ് കൺട്രോൾ ഓഫ് മിനിസ്ട്രി അല്ലേ. ഞാൻ പറഞ്ഞു മിനിസ്ട്രിയുടെ കൺട്രോളിലാണ് ഈ ഒരു ഓപ്പറേഷൻസ്, ഈ ഒരു പ്രോസസ് ഒക്കെ നടക്കുന്നത് അല്ലേ. ഈ ഒരു എന്റർപ്രൈസസിന്റെ മൊത്തം നടക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിനിസ്ട്രി എന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലായിരിക്കും. ഓക്കെ, ദേ ആർ അക്കൗണ്ടബിൾ ടു ദ മിനിസ്റ്റർ. അവരെല്ലാവരും എന്തായിരിക്കും, മിനിസ്റ്ററോട് അക്കൗണ്ടബിലിറ്റി ഉള്ളവരായിരിക്കും. ഓക്കെ, അതിന്റെ മെറിറ്റും ഡിമെറിറ്റും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിക്കുക. എന്തൊക്കെയായിരിക്കും മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഒന്ന് ആലോചിച്ചോക്ക്. പാർലമെന്റ് എക്സസൈസ് എഫക്റ്റീവ് കൺട്രോൾ ഓവർ ദി ഓപ്പറേഷൻ അല്ലേ. ആ ഓപ്പറേഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും, മിനിസ്ട്രി ഓഫ് കൺട്രോൾ ആയിരിക്കും. ഓക്കെ, ദസ് എൻഷുർ ഹൈ ഡിഗ്രി ഓഫ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി അല്ലേ. അവർ എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്, എന്ത് ഉറപ്പ് വരുത്തുന്നുണ്ട്, പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഉറപ്പ് വരുത്തുന്നുണ്ട് അല്ലേ. ദേ റവന്യൂ ഗ്രോസ് ഡയറക്ട്ലി ടു ദ ട്രഷറി. ട്രഷറിയിലോട്ടാണ് അവരുടെ റവന്യൂ അല്ലേ. അതിന് കിട്ടുന്ന റവന്യൂ എല്ലാം ട്രഷറി വഴിയാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത് അല്ലേ. പിന്നെന്താ, ദിസ് ഫോം ഇസ് മോസ്റ്റ് സ്യൂട്ടബിൾ വെയർ നാഷണൽ സെക്യൂരിറ്റി ഈസ് കൺസിഡേർഡ് അല്ലേ. നാഷണൽ സെക്യൂരിറ്റി കൺസിഡർ ചെയ്തുകൊണ്ട് ഇത് വളരെ എന്ത് ചെയ്യുന്നുണ്ട്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എന്റർപ്രൈസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ അതിന്റെ ലിമിറ്റേഷൻസ് ഏതൊക്കെയാണ്? ദ ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി അല്ലേ. ഫ്ലെക്സിബിലിറ്റി എന്താണ്, കുറവാണ്. ഞാൻ പറഞ്ഞു ഗവൺമെന്റ് സ്ഥാപനമായതുകൊണ്ട് അതിനുള്ള നിയമങ്ങളും ചട്ടങ്ങളൊക്കെ എന്തെങ്കിലും പാലിച്ച് പോകണം. സോ അതിനുള്ള ഫ്ലെക്സിബിലിറ്റി അല്ലേ, അത് കുറവായിരിക്കും. ദർ ഈസ് എ റെഡ് ടാപ്പിസം ഇൻ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അല്ലേ. ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടന്നു പോകണമെങ്കിൽ എന്താണ്, ആ ഒരു പ്രോസസ്സിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ആക്ടിവിറ്റീസ് നടന്നു പോകാൻ പറ്റുള്ളൂ. സോ ആ ഒരു ഓപ്പറേഷൻസ് നടത്തണമെങ്കിൽ എന്ത് വേണം,
ആ പ്രൊസീജിയർ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ പോകണം. ഒറ്റയടിക്ക് ഓപ്പറേഷൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഒരു സ്റ്റേജിലുള്ള ആ ഒരു എന്തെങ്കിലും ആ ഒരു പ്രോസസ്സ് ആയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ദർ ഈസ് എ ലോട്ട് ഓഫ് പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് ത്രൂ ദ മിനിസ്റ്റർ അല്ലേ. ഓരോരോ പാർട്ടികൾ മാറി വരുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികൾ മാറി വരുമ്പോൾ അവരുടേതായ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ കൊണ്ടുവരും. അതൊക്കെ ഒരു ലിമിറ്റേഷൻ ആണ് അല്ലേ. പിന്നെന്താ, ദ ഡു നോട്ട് പ്രൊവൈഡ് ആഡ്വക്കേറ്റ് സർവീസ് ടു കൺസ്യൂമേഴ്സ് അല്ലേ. കൺസ്യൂമേഴ്സിന് അവരുടേതായ ആഡ്വക്കേറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ചില സമയത്ത് പബ്ലിക് കമ്പനിയേക്കാൾ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് പ്രൈവറ്റ് സെക്ടേഴ്സിലെ. കാരണം അവർക്ക് എന്താ, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ഏതാണോ അത് അവർക്ക് അഡാപ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു പബ്ലിക് കമ്പനിയെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു അപ്ഡേഷൻ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അവിടെ മേലത്തെ ഉദ്യോഗസ്ഥനെ കാണും, മേലത്തെ ഉദ്യോഗസ്ഥനെ അങ്ങനെ മേലോട്ട് പോകണം. അങ്ങനെ എല്ലാവരുടെയും പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് സംവിധാനമാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്താണോ തോന്നുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്താ, പബ്ലിക് കോർപ്പറേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയും അല്ലേ. ഇത് നിങ്ങളൊരു KSRTCയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിക്കുക അല്ലേ. ദ എന്റർപ്രൈസസ് വിച്ച് എസ്റ്റാബ്ലിഷ്ഡ് by a special act of parliament or state legislator are called public corporation അല്ലേ. അതായത് ഒരു സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റിൽ ഒരു സ്പെഷ്യൽ ആക്ടിന്റെ പുറത്തോ അല്ലെങ്കിൽ സ്റ്റേറ്റ് നിയമ സംവിധാനത്തിന്റെ അണ്ടറിലോ വന്നിട്ടുള്ള എന്റർപ്രൈസസുകളെയാണ് പറയുന്നത് പബ്ലിക് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻ ഓർ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. KSRTC നമുക്ക് പറയാം. KSRTC ആരുടെ അണ്ടറിലാണ്? നമ്മുടെ കേരള നിയമ സംവിധാനത്തിന്റെ അണ്ടറിലാണ് KSRTC നിലനിന്ന് പോകുന്നത് അല്ലേ. അതുപോലെ ആന്ധ്രാപ്രദേശിന്റെ അണ്ടറിലും അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ KSRTC കൊണ്ട് നടക്കുന്നത് ആരാണ്? കേരള ഗവൺമെന്റ് ആണ്. അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? കേരള ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ദേ ആർ സെറ്റപ്പ് അണ്ടർ ദി ആക്ട് ഓഫ് പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ അല്ലേ, ഓൾറെഡി പറഞ്ഞു. പിന്നെന്താ, ദേ ഹാവ് എ സ്പെഷ്യൽ ലീഗൽ എൻറ്റിറ്റി അല്ലേ. അവർക്ക് അവരുടേതായ ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഗവൺമെന്റിൽ നിന്നും അവർക്ക് അവരുടേതായ ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, ദേ ആർ യൂഷ്വലി ഇൻഡിപെൻഡൻ്റ്ലി ഫിനാൻസ് അല്ലേ. അവരുടെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ഫിനാൻസ് കാര്യങ്ങളിൽ അവർക്ക് തന്നെ ഒരു ഇൻഡിപെൻഡൻ്റ്, ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. വേറെ എംപ്ലോയീസ് ആർ നോട്ട് ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലേ. അതിലുള്ള വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആരൊക്കെയാണ്? ഗവൺമെന്റ് എംപ്ലോയീസ് ഒന്നല്ല, വർക്കേഴ്സ് ആണ് അല്ലേ. ഇറ്റ് ഈസ് ദ മാനേജ് ബൈ എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അത് മാനേജ് ചെയ്യുന്ന ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. നോമിനേറ്റഡ് ബൈ ദ ഗവൺമെന്റ് നിർദ്ദേശിച്ച ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ആര് അത് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ അതിന്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് നമുക്ക് നോക്കാം. ദേ എൻജോയ് എ ഹൈ ഡിഗ്രി ഓഫ് ഓപ്പറേഷൻ ഫ്ലെക്സിബിലിറ്റി അല്ലേ. നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. കാരണം അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്ന ആരാണ്? അവർ തന്നെയാണ്. സോ അവർക്ക് എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും നമുക്ക് അവർക്ക് കൊണ്ടുവരാൻ പറ്റും. ഓപ്പറേഷൻ എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ അവർക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും അല്ലേ. ദ ഗവൺമെന്റ് ജനറലി ഡസ് നോട്ട് ഇന്റർഫറൻസ് ഇൻ ദയർ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അല്ലേ. എന്തെങ്കിലും ആ ഗവൺമെന്റിനൊന്നും അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൈകടത്താനുള്ള സ്വാധീനം കൊടുക്കാറില്ല അല്ലേ. അവർക്ക് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് തന്നെ അറിയാം അല്ലേ. ഓക്കെ, തേർഡ് വൺ എന്താ, ദേ ക്യാൻ ഫ്രെയിം ദെയർ ഓൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ അല്ല. അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് പ്രൊസീജിയർ അവർ തന്നെയാണ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ദ സ്റ്റാഫ് എൻജോയ് ബെറ്റർ സാലറി ആൻഡ് സർവീസ് കണ്ടീഷൻസ് അല്ലേ. ഈ സ്റ്റാഫുകൾ ഇപ്പോൾ KSRTCയുടെ ജീവനക്കാർക്കുള്ള സാലറി നല്ല സാലറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്കുള്ള വർക്ക് പ്ലേസ് അല്ലേ, അവർക്ക് താമസിക്കാൻ ക്യാൻറ്റീൻ അങ്ങനത്തെ പല സർവീസുകൾ എന്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത് എന്താ, ആൾ ആക്ഷൻസ് ആർ സബ്ജക്ട് ടു മെനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എല്ലാത്തിലും എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കേട് വരുന്നുണ്ട്. പിന്നെന്താ, ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് ഹാസ് ഓൾവേസ് ബീൻ ദയർ ഇൻ എ മേജർ ഡിസിഷൻ അല്ലേ. എല്ലാ പൊളിറ്റിക്കൽ ഇന്റർഫറൻസുകളും എന്തിലും വരുന്നുണ്ട്. ഈ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിലും വരുന്നുണ്ട് അല്ലേ. പല പൊളിറ്റിക്കൽ പാർട്ടികൾ നയിക്കുന്ന ഒപ്പീനിയൻ അല്ലെങ്കിൽ മാറി വരുന്ന ഗവൺമെന്റുകൾ ചെയ്യുന്ന ഓരോ നിയമങ്ങളും ആരെയും ബാധിക്കുന്നുണ്ട്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനെയും ബാധിക്കുന്നുണ്ട് അല്ലേ. വേർ ദർ ഈസ് ഡീലിംഗ് വിത്ത് പബ്ലിക് കറപ്ഷൻ എക്സിറ്റ് അല്ലേ. പബ്ലിക്കുമായിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്കുള്ള കറപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതും എന്താണ് ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാം. തേർഡ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഏതാണ്? ഗവൺമെന്റ് കമ്പനീസ് അല്ലേ. ഗവൺമെന്റ് കമ്പനീസ് എന്താ 51% ഉള്ള ഏത് കമ്പനി നമുക്ക് 51 ഷെയറുള്ള ഗവൺമെന്റ് ഷെയറുള്ള ഏത് കമ്പനീസ് നമുക്ക് വിളിക്കാം? പബ്ലിക് കമ്പനീസ് എന്ന് വിളിക്കാം അല്ലേ. അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 എ കമ്പനി
A government company means any company in which not less than 51% of the paid up capital is held by the central government or any state government or partly central government or and partly one or more state government അല്ലേ. അതായത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു എന്താ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് പാർട്ട്ലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പാർട്ട്ലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ പാർട്ട്ലി ആയിട്ടോ നമ്മൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഷെയർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. മിനിമം 51% എങ്കിലും ഷെയർ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അതിനെന്താ പറയുന്നത്? ഗവൺമെൻറ് കമ്പനീസ് എന്നാണ് പറയുന്നത് അല്ലേ. ഇനി നോക്ക്, shares are purchased in the name of the President of India. The President of India എന്ന പേരിലാണ് ആ ഷെയർസ് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. എക്സാമ്പിൾ ആയിട്ട് ഫാക്ട്, HMT, ITI, STC, IOS ഇങ്ങനെ പല പല എക്സാമ്പിൾസുകളും ഗവൺമെൻറ് കമ്പനീസ് നമുക്ക് പറയാം അല്ലേ. അതിൻ്റെ ഫീച്ചേഴ്സ് കൂടെ നോക്കാം. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ ഇന്ത്യൻ കമ്പനീസ് ആയില്ലേ. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 അതിൽ വന്നിട്ടുള്ളത്. ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതിലൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് അല്ലേ. ദ മാനേജ്മെന്റ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ് റെഗുലേറ്റഡ് ബൈ ദ പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് അല്ലേ. എന്താ the management of the company അല്ലേ. management of the company is regulated by the provisions of companies act അല്ലേ. കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസിന്റെ അണ്ടറിലാണ് എന്ത് വന്നിട്ടുള്ളത്? മാനേജ്മെന്റ് ഓഫ് ദി ഗവൺമെന്റ് അല്ലേ. ഗവൺമെന്റിന്റെ മാനേജ്മെന്റ് എങ്ങനെ വന്നിട്ടുള്ളത്? കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസിന്റെ അണ്ടറിലാണ് വന്നിട്ടുള്ളത് അല്ലേ. ദയർ എംപ്ലോയീസ് ആർ അപ്പോയിന്റഡ് അക്കോർഡിംഗ് ടു ദയർ ഓൺസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ. ഈ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്തിന്റെ ബേസിലാണ്? അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിലാണ് ആ ഒരു എംപ്ലോയീസിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ദേ ഒബ്റ്റെയിൻ ദെയർ ഫണ്ട് ഫ്രം ഗവൺമെന്റ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് അതർ പ്രൈവറ്റ് ഹോൾഡേഴ്സ് അല്ലേ. അതായത് മിനിമം 51% ആണ് എന്ത് ഷെയർ ക്യാപിറ്റൽ ഉള്ളത്. ബാക്കി 49% ആരാവാം? ഗവൺമെന്റ് ആവാം അല്ലെ, വീണ്ടും ഗവൺമെന്റ് ആവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസ് ആവാം അല്ലെ, ഇത് ഏതും ആവാം അല്ലെ. ഓക്കെ, ആ ഒരു പോയിന്റ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗവൺമെന്റ് കമ്പനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഫോംഡ് ഈസിലി ബൈ രജിസ്ട്രേഷൻ അണ്ടർ ദി ഗവൺമെന്റ് കമ്പനീസ് ആയില്ലേ. നമുക്ക് ഈസി ആയിട്ട് അത് ഫോം ചെയ്യാൻ പറ്റും. ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളതുകൊണ്ട് എന്തായിരിക്കും? വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഓക്കെ, ഇറ്റ് എൻജോയ്സ് ഓട്ടോണമി ഇൻ ദിസ് ഓപ്പറേഷൻ അല്ലേ. ഓട്ടോണമി എന്താ? അവർക്ക് അവരുടേതായ ലീഗൽ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ്, ഓപ്പറേഷൻസ് എല്ലാം അവർക്ക് എന്ത് ചെയ്യാം? ഒറ്റയ്ക്ക് തന്നെ നടത്താൻ പറ്റും അല്ലേ. അടുത്തെന്താ? ദാറ്റ് ഈസ് ലെസ് പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് ഇൻ ഇറ്റ്സ് ഫങ്ഷൻസ്. അവിടെ എന്താണ്? പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് വളരെ കുറവാണ് അല്ലേ. പൊളിറ്റിക്കലുമായിട്ടുള്ള ഇടപെടലുകൾ വളരെ കുറവാണ്. ഓക്കെ, ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് കൂടി നമുക്ക് നോക്കാം. ആസ് ദി ഡയറക്ടർ ആർ അപ്പോയിന്റഡ് ബൈ ദി ഗവൺമെന്റ്. ഗവൺമെന്റ് ആണ് എന്ത് ഇതിന്റെ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ അവിടെ എന്തൊരു ചാൻസ് ഉണ്ട്? അവിടെ ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇന്റർഫറൻസിന്റെ ചാൻസ് ഉണ്ട് അല്ലേ. ദ ബോർഡ് ഓഫ് മെമ്പേഴ്സിനെ നിയമിക്കുന്ന ഗവൺമെന്റ് ആയതുകൊണ്ട് ഗവൺമെന്റിന് ആര് വേണമെങ്കിലും ഇവിടെ ബോർഡ് ഓഫ് മെമ്പർ ആയിട്ട് നിയമിക്കാം അല്ലെ. പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് കൊണ്ട് ആര് വേണമെങ്കിലും നിയമിക്കാം. ഓക്കെ, സെക്കൻഡ് എന്താ? ഇൻ റിയാലിറ്റി ദർ ഈസ് നോ ഓട്ടോണമീസ് അല്ലേ. നമ്മൾ ഓട്ടോണമി ഉണ്ടെന്ന് ഓൾറെഡി നേരത്തെ പറഞ്ഞു. പക്ഷെ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ അവിടെ ഓട്ടോണമി ഒന്നുമില്ല. ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആര് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അപ്രൂവല് കിട്ടിയിരിക്കണം. അപ്രൂവൽ വളരെ നെസസറി ആണ് ഇൻ ദി കേസ് ഓഫ് എന്ത് പ്രൊസീജിയർ, എല്ലാ കാര്യങ്ങളും നടന്നു പോകണമെങ്കിൽ എന്താണ്? ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. ഓക്കെ, പിന്നെന്താ? ഡയറക്ടേഴ്സ് ആൻഡ് സ്റ്റാഫ് മേ നോട്ട് ടേക്ക് ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഇൻ ദ ഹാവ് നോ ഷെയർ ഇൻ പ്രോഫിറ്റ് അല്ലേ. ഡയറക്ടേഴ്സ് ആൻഡ് സ്റ്റാഫ് ഒന്നും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടായിരിക്കില്ല ജോലി ചെയ്യുന്നത്. കാരണം അവർക്ക് അതിന് പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള പോയിന്റാണ് ഇവിടെ ലിമിറ്റേഷൻ ആയിട്ട് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു 3 ക്ലാസിഫിക്കേഷനിലെ ഡിമെറിറ്റും മെരിറ്റും ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ അടുത്ത് ജോയിന്റ് വെഞ്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. ജോയിന്റ് വെഞ്ചറിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് പോവുക. എ ജോയിന്റ് വെഞ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more പാർട്ടീസ് ദാറ്റ് സീക്ക് ദ ഡെവലപ്മെന്റ് ഓഫ് സിംഗിൾ എന്റർപ്രൈസ് ഓർ project for profit, sharing the risk associated with its development അല്ലേ. ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ട് കോമ്പിനേഷൻ ചെയ്യാണ് ഫോർ എന്തിന്? ഡെവലപ്മെന്റിന് റിസ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഉദാഹരണത്തിന് എന്താ? മഹീന്ദ്ര വിത്ത് യമഹയുമായിട്ട് കോമ്പിനേറ്റ് ചെയ്തുകൊണ്ട് എന്താ അവർക്ക് ബിസിനസ് പുതിയ വലിയ ഐഡിയകൾ വന്ന് വലിയ സ്ഥാപനങ്ങളായി, സംരംഭങ്ങളായി, റിസ്ക് കുറഞ്ഞു, അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ എന്താ? മാരുതി സുസുക്കി എന്നുള്ള ബ്രാൻഡായി. പിന്നെ അവരുടെ വലിയ സംരംഭങ്ങളായി അവരെന്തായി? പ്രോഫിറ്റ് മാർജിൻ കൂടി മാക്സിമൈസേഷൻ ചെയ്യാൻ തുടങ്ങിയില്ലേ. അങ്ങ് ആ ഒരു ഏരിയ ആ ഒരു കോൺസെപ്റ്റിനെയാണ് പറയുന്നത് ജോയിന്റ് വെഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ വരുന്നത് MNC ആണ്, മൾട്ടിനാഷണൽ കമ്പനിയാണ് അല്ലേ. എന്താ മൾട്ടിനാഷണൽ കമ്പനി? എ കമ്പനി വിച്ച് ഹാവിംഗ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ വൺ കൺട്രി ആൻഡ് സ്പ്രെഡിംഗ് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ മെനി കൺട്രീസ് കാൾഡ് MNC അല്ലേ. അതായത് ആ സ്ഥാപനത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു സ്റ്റേറ്റിലും അതിന്റെ സബ് ക്വാർട്ടേഴ്സുകൾ മറ്റു രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയാം അല്ലേ. അതിന്റെ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണ്? ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സ്, ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സ് എന്തായിരിക്കും വേണ്ടി വരും അല്ലേ. ഫോറിൻ കൊളാബറേഷൻ അല്ലേ, ഫോറിൻ ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും വേണ്ടി വരും. അഡ്വാൻസ്ഡ് ടെക്നോളജീസ് എന്തുകൊണ്ടും അഡാപ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ. പിന്നെന്താ പ്രൊഡക്ഷൻ ഇന്നോവേഷൻ അല്ലേ, പ്രൊഡക്റ്റ് ഇന്നോവേഷൻ അല്ലേ. പ്രൊഡക്ട്സുകളിൽ എന്താണ് നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ എന്തെങ്കിലും സർവീസ് ചെയ്യേണ്ടി വരും അല്ലേ. മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യേണ്ടി വരും. എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റുകൾ എന്തെങ്കിലും എക്സ്പാൻഷൻ, പുതിയ പുതിയ രീതികൾ നമ്മൾ എന്ത് ചെയ്യും, അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെന്താ സെൻട്രലൈസ്ഡ് കൺട്രോൾ അല്ലേ. ഒരു നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരിക്കും എന്ത് ഡിസിഷൻ മേക്കിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പ്രൊസീജിയറൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള കമ്പനി ആയിരിക്കും, ഓർഗനൈസേഷൻ ആയിരിക്കും. അതിന് അനുസരിച്ചായിരിക്കും സബ് ക്വാർട്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഫങ്ഷൻസ് ആരംഭിക്കുക അല്ലെങ്കിൽ ഫങ്ഷൻസുകൾ പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ, വളരെയധികം നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ.